KPCCയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു വലിയ സമ്മേളനം നടന്നു. അത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സമാഗമം, അതിൻ്റെ ഒരു ശതാബ്ദി ആഘോഷത്തിൻ്റെ ആ വേളയിലായിരുന്നു അത് നടത്തിയത്. അപ്പോൾ അതിൽ KPCCയുടെ ആഭിമുഖ്യം നടത്തിയ അതിൽ കോൺഗ്രസ് പ്രവർത്തകർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, അവരോടൊപ്പം അതുപോലെ രമേശ് ചെന്നിത്തല, അവരോടൊപ്പം CPMൻ്റെ അനിഷേധ്യ നേതാവായിരുന്ന ശ്രീ ജി സുധാകരൻ, അതായത് നമ്മുടെ പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം, അതുപോലെ തന്നെ CPIയുടെ പ്രമുഖ നേതാവായ വലിയ പാർലമെൻറ്റേറിയനായിരുന്ന ശ്രീ C ദിവാകരൻ, ഇവർ രണ്ടുപേരും ആ വേദികൾ പങ്കിടുകയുണ്ടായി. ആ പ്രോഗ്രാമിൻ്റെ കൊടുത്ത ആ പേര് വളരെ അന്വർത്ഥമായ ഒരു പേരാണ്, അർത്ഥഗർഭമായ പേരാണ്. മൊഴിയും വഴിയും ആശയസാഗര സംഗമം എന്നുള്ളതാണ് അതിന് കൊടുത്ത ആ പേര്. അപ്പോൾ അതിൽ ഒരു ആശയസാഗര സംഗമം അവിടെ വരുമ്പോൾ, മൊഴിയും വഴിയും അതിലേക്ക് വരുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ രണ്ട് പേര്, അതായത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്ന രണ്ട് പേരാണ് ശ്രീ ജി സുധാകരനും അതുപോലെ തന്നെ CPIയുടെ ശ്രീ C ദിവാകരനും. ഇവർ ഓർഗനൈസ് ചെയ്തേക്കുന്ന പ്രോഗ്രാമുകളിൽ പോലും ഞാൻ പോയിട്ടുണ്ട്. ശ്രീ C ദിവാകരനാണെങ്കിൽ നെടുമങ്ങാട് വെച്ചൊരു വലിയ സമ്മേളനം, അദ്ദേഹം അത് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് എന്നെ നിർബന്ധമായിട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. ശ്രീ ജി സുധാകരനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ കണ്ടേക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരിൽ അഗ്രഗണ്യനായിട്ട് ഞാൻ കണക്കാക്കുന്നത് ശ്രീ ജി സുധാകരനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ വരാൻ പറ്റുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല അതിൽ ഇഷ്ടംപോലെ കൈയിട്ട് വാരാൻ പറ്റുന്ന ഒരു വകുപ്പാണ്. അങ്ങനെ പലരും അത് കൈയിട്ട് വാരിക്കൊണ്ടിരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ പഞ്ചവടി പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു വ്യത്യസ്തനായിട്ട് വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ജി സുധാകരൻ. അദ്ദേഹത്തിന് വലിയൊരു അവാർഡ് കൊടുക്കാൻ, വലിയൊരു മീറ്റിങ്ങിൽ വെച്ചൊരു അവാർഡ് കൊടുക്കാൻ, അമ്പലപ്പുഴ വെച്ചാണ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്ന് തന്നെ പറയാം. ഡൗൺ ടു എർത്ത് ആ പെരുമാറ്റത്തിൽ, അതായത് അദ്ദേഹം അതുപോലെ തന്നെ പെരുമാറുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ അല്ലാതെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു പ്രത്യേകത അദ്ദേഹത്തിനുള്ളത്, പറയേണ്ട കാര്യങ്ങൾ എവിടെ ആയാലും ശരി, ആരുടെ മുഖത്ത് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് പറയും. അതാണ് അദ്ദേഹത്തിന് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹത്തിന് ആരുടെയും കാല് നക്കാനോ ചെരുപ്പ് വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പാടിപ്പുകഴ്ത്തി ദീപസ്തംഭം മഹാശ്ശേരി എനിക്ക് കിട്ടണ പണം, ആ പ്രിൻസിപ്പിളിൽ പോകാനോ ശ്രീ ജി സുധാകരൻ ഒരിക്കലും കിട്ടത്തില്ല. അത് ഞാൻ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന് ഉള്ള അഭിപ്രായം അദ്ദേഹം തുറന്നു പറയും. അത് പാർട്ടി വേദിയിലായാലും ശരി, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വേദിയിലായിരുന്നു, ഔദ്യോഗിക കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ വേദിയിലായാലും ശരി, അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറയും. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും അദ്ദേഹം ചെയ്യത്തില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. അതിൽ വളരെ സംശുദ്ധമായ ഒരു പ്രവർത്തനം ആണ് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ കാഴ്ചവെച്ചെന്നുള്ളത് ആരുടെ ചോദിച്ചാലും പറയും. അതിപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ, അവരും ശ്രീ ജി സുധാകരനെ ഒന്നും പറയത്തില്ല. കാരണം അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല, അങ്ങനെയുള്ള ഒരാളാണ്. അവിടെ ഇന്നലെ ആ മീറ്റിങ്ങിൽ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇത് തന്നെ പറഞ്ഞു. ശ്രീ VD സതീശൻ ശ്രീ ജി സുധാകരനെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നത്, ഇത്രത്തോളം നല്ല, അതായത് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു ആരോപണം പോലും അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും നിയമസഭയിൽ സംസാരിക്കുന്നതായിട്ട് വന്നിട്ടില്ല എന്ന് ശ്രീ VD സതീശൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് തന്നെ രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. ശ്രീ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ ശ്രീ C ദിവാകരൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് നേരത്തെ. ശ്രീ C ദിവാകരനും ഇതുപോലെ വെട്ടി തുറന്ന് കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ആളാണ്. അതിന് അദ്ദേഹത്തിനെതിരെ തന്നെ ഒരുപാട്, അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം നേരും ചൊവ്വും വിളിച്ച് പറയുന്നവരെ പല ആളുകളും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ ഇഷ്ടപ്പെടാത്തവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അപ്പോൾ ഇവരാരും അങ്ങനെ മുഖം നോക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും. ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു റിട്ടയർമെൻറ്റ് കൊടുത്തേക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. ശ്രീ ജി സുധാകരൻ, അദ്ദേഹത്തിന് അവിടെ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തില്ല?
എനിക്ക് വളരെ ഒരു വല്ലായ്മ ഉണ്ടായ ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ CPM ചെയ്യേണ്ട ഒരു കാര്യമല്ലായിരുന്നു അത്. ഇത്രത്തോളം ശുദ്ധമായിട്ടുള്ള കൈകളുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ മടിയിൽ കനമൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിന് ആരെയും വഴി പേടിക്കുകയും വേണ്ട. കാരണം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അതാണ് അദ്ദേഹത്തിന് കുഴപ്പവും, അതാണ് സംഭവം. ഇപ്പൊ രാഷ്ട്രീയക്കാരൻ പാർട്ടിക്കാർക്ക് എന്ന് പറഞ്ഞാലും ശരി, ഒരു അനാവശ്യം കാണിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ്. അതിന്റെ യഥാർത്ഥ സിമ്പലാണ് ശ്രീ ജി സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കിട്ടുന്നില്ല. 75 വയസ്സിൽ കർശനമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോണം. എന്നാൽ 75-80 കഴിഞ്ഞ ആളുകളും അവിടെ യാതൊരു കുഴപ്പമില്ലാതെ സസുഖം വാഴുന്ന ആളുകളുണ്ട്. ഒരു കുഴപ്പമില്ല. ആ രീതിയിലുള്ള ആളുകളുണ്ട്. അതുപോലെയാണ് ശ്രീ സി ദിവാകരൻ്റെ കാര്യം. അത് ഇത് വളരെ വളരെ ഒരു നല്ല പാർലമെന്റേറിയൻ എന്ന് പേരെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അതിലെ ആ പ്രസംഗത്തിൽ VD സതീശൻ പറഞ്ഞു, എന്തെങ്കിലും സംശയ നിവാരണം ഉണ്ടെങ്കിൽ പാർലമെന്ററി സംഗതികളെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ശ്രീ സി ദിവാകരൻ്റെ അടുത്താണ്. ശരിയാണ്, അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അറിവ് നല്ല അപാരമായ ഒരു അറിവ് അദ്ദേഹത്തിന് അതിനകത്തുണ്ട്. അതാണ് കാരണം. അതുകൊണ്ടാണ് ഇവരെ യഥാർത്ഥത്തിൽ അവിടെ പോയി പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീ ജി സുധാകരൻ പറഞ്ഞു, അതായത് ഒരു ഐക്യരാഷ്ട്ര സംഘടനയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ അദ്ദേഹത്തിനെ എങ്ങനെ വിശ്വപൗരൻ എന്ന് വിളിക്കും എന്ന് അദ്ദേഹം ചോദിച്ചു. ശരിയാണ്, എനിക്ക് സംശയമുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പം അതേപോലെ തന്നെ ഒരു 2 പ്രാവശ്യമൊക്കെ അംബാസഡർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും വിശ്വപൗരനായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അതൊന്നും ശരിയല്ല. ആകെ വിശ്വപൗരന്മാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി വിശ്വപൗരന്മാരുടെ പൗരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശ്വപൗരന്മാരുടെ വിശ്വപൗരൻ എന്ന്. അതാണ്, അത് സത്യവുമാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു വിശ്വപൗരനല്ലേ. അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം വിശ്വപൗരനാണ്. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ആളാണ്. നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യൻ പ്രസിഡന്റായിട്ട് 2 ടേം വരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം വിശ്വപൗരനാണ്. ഒരു സംശയവും വേണ്ട. അതിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. അല്ലാതെ ഇതേപോലെ വിശ്വപൗരത്വം കൽപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആളുകൾക്കല്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കുത്ത് അദ്ദേഹം ശ്രീ ജി സുധാകരൻ കൊടുത്തു. പക്ഷേ ആ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. അത് നമുക്ക് അനുവർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയുമാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം അവിടെ രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിതിന് വരിക ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെ കുറിച്ചും ഇവർ രണ്ടുപേരും നല്ലതായിട്ടേ സംസാരിച്ചുള്ളൂ അതിൽ. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ശ്രീ ജി സുധാകരൻ പറഞ്ഞത്, ഞാനിതൊക്കെ പറയും, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ പാർട്ടിക്കെതിരെ ഞാനൊന്നും സംസാരിക്കത്തില്ല. ശരിയാണ്. അദ്ദേഹം പാർട്ടിക്ക് എപ്പോഴും പാർട്ടിയോട് വിധേയത്വവും കൂറും പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. ആ രീതിയിലുള്ള ഒരു മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളിവിട്ടേക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? അതിനേക്കാളും ക്വാളിറ്റിയുള്ള വേറെ ആർക്കെങ്കിലും ഇതുപോലെ വർഷം നീട്ടിക്കൊടുത്ത ആളുകൾക്ക് ഇതിലും ക്വാളിറ്റിയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ടായ ആളുകൾക്ക് CPM ഈ പ്രായപരിധി ബാധകമല്ല എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ട് അഴിമതിയുടെ കറ പുരളാത്ത, ഒരാക്ഷേപവും കേൾപ്പിച്ചിട്ടില്ലാത്ത, ഏറ്റവും നല്ല മന്ത്രി എന്നുള്ള, പൊതുമരാമത്ത് മന്ത്രി എന്നുള്ള പേരെടുത്തിട്ടുള്ള ശ്രീ ജി സുധാകരനെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളിവിട്ടു എന്ന് ഈ പാർട്ടി ചിന്തിക്കണം. ഇത് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അത് ആ രീതിയിലാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ നല്ല ആളുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൽ പെടുന്ന ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ, ഇവരൊക്കെ. അതുപോലെ തന്നെ ശ്രീ സി ദിവാകരൻ കുറച്ചുകൂടെ കടുപ്പത്തിലേക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊന്നും അല്ല ക്രിട്ടിസൈസ് ചെയ്ത്. ഈ വയസ്സെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് ഓൺലി എ നമ്പർ. ഏജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ നമ്പർ എന്നുള്ളത് മനസ്സിലാക്കണം. എത്രത്തോളം മൂത്ത് വരുന്നു അത്രയും നല്ലതല്ലേ. ഞാൻ പറയട്ടെ, നമ്മുടെ അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ, VS സഖാവിനേക്കാളും വലിയൊരു നേതാവ് മാർക്സിസ്റ്റ് പാർട്ടി കൂടെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല. എന്ത് അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസിൽ നിന്നാണ് അദ്ദേഹം പിടിച്ചു കയറിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ഒരുപാട് അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസ് ഉണ്ടായി. എന്നിട്ട് പോലും അദ്ദേഹം പിടിച്ചു നിന്നത് കാരണം എന്താണ്? ജനപിന്തുണ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ശ്രീ VS-നാണ്. സഖാവ് VS-ന്റെ പണം വെച്ചോണ്ടേ ബാക്കി ഈ പറയുന്ന ആളുകൾക്കൊക്കെ വോട്ട് ചോദിക്കാൻ പോലും ഒക്കുള്ളൂ. ആ രീതിയായിരുന്നു ഒരു സമയത്ത് കേരളത്തിൽ.
ഇന്നിപ്പോൾ അദ്ദേഹം പ്രായാധിക്യമായി, അവശതയായി. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് തന്നെ വലിയ കാര്യം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വേണം ഈ ആളുകളുടെ യഥാർത്ഥത്തിലെ ഈ വ്യക്തികളുടെ ആ വൈശിഷ്ട്യം നമ്മൾ കണക്കാക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരിക്കണം എപ്പോഴും. ശ്രീ ജി സുധാകരനെയും ശ്രീ സി ദിവാകരനെയും നല്ല ആളുകളാണെന്ന് ഇവർ പറയാൻ കാരണം അവർ നല്ല ആളുകളാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ ആ ഇടുങ്ങിയ കാഴ്ചപ്പാടിലൂടെ ഒന്നുമല്ല അവർ പറഞ്ഞത്, ഒരു വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് ശ്രീ വി ഡി സതീശനും അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയും ഇവരെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ ഇവര് ഈ പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞത്, ഇപ്പോൾ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞതിൽ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ കുറിച്ചും പറഞ്ഞേക്കുന്നത്. ഇവര് ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളാണ്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ശരിയായ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കണം. അത് ഒരു വ്യക്തി വൈശിഷ്ട്യം ഒരാൾക്കുണ്ടെങ്കിൽ അത് പറയുന്നതിന് ഒരു ലോഭവും കാണിക്കരുത്. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. അതാണ് എന്നെ സ്വാധീനിച്ചത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല.